നാട്ടുമാവനത്തിൽപ്പെട്ട ഏതോ ഒരു മാവായി പടുവൃക്ഷം പോലെ നിൽക്കണം. നമുക്കല്ല, ചോദിച്ചോ. ഞാൻ അങ്ങോട്ട് വന്ന കഷ്ടാൻ വായിച്ചു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ശരി കേട്ടോ, പോവാ. ഉണക്കലരി ഉണ്ടല്ലോ അല്ലേ, ഇല്ലെങ്കിൽ അമ്മ വയലന്റ് ആവും. ഇതിപ്പോ കൊറേ സാധനങ്ങളുണ്ടല്ലോ. അത് കുറവാണല്ലോ. നാട്ടുമാവനത്തിൽപ്പെട്ട ഏതോ ഒരു മാവായി പടുവൃക്ഷം പോലെ നിൽക്കണം. അത് കുറച്ച് നാളായിട്ട് കാച്ചു തുടങ്ങി. ഒന്നിടവിട്ട വർഷം ഉണ്ടാവുള്ളൂ. അത് ഭയങ്കര കാമ്പുള്ള മാങ്ങ, ആരും ഉണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ ഓർത്തേ, ഉപ്പുമാങ്ങിടാൻ വേറെ മാങ്ങയൊന്നും കിട്ടിയില്ലല്ലോ, കുറച്ച് നമുക്ക് പറപ്പിച്ചേച്ച് ഉപ്പുമാങ്ങ ഇടാൻ എടുക്കാം. ആര് പറിക്കൂന്നുള്ളതൊരു വിഷയം. ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത ഭയങ്കര മണ. ഈ വേനലിന്റെ ചൂട് കൊണ്ട് താഴത്തേക്കൊന്ന് സൂം ചെയ്ത് കംപ്ലീറ്റ് ഉണ്ടായതിന്റെ നേർ പകുതിയോടൊപ്പം വീണ് പോയിട്ടുണ്ട്. വാടി വീണത് കൊണ്ട് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളൂല. അപ്പേ മുകളിൽ കിടക്കണ മൂത്തത് തോട്ടി എത്തൂല. അല്ലെങ്കിൽ കുറച്ച് പറിച്ച് കുപ്പിയിലെങ്കിലും ഉപ്പുമാങ്ങ ഇടായിരുന്നു. ഇതൊക്കെ വാടിയതാ. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനും മാമ്പഴ പായസത്തിനും അത്യുഗ്രഹം. പക്ഷെ എത്ര മാങ്ങ കിട്ടൂന്നറിയില്ല അല്ലേ. ഇതൊക്കെ മൂക്കാതെ വീഴുക കണ്ടോ. കാരണം ഒരു സങ്കടം ഉണ്ട് ഇങ്ങനെ വീണ് പോണത് കൊണ്ട്. എല്ലാം കേടായി വീഴുക. വടി വീഴുന്നത് ഒന്നിനും കൊള്ളുപോയില്ലല്ലോ. അതാണൊരു പ്രശ്നം. അപ്പൊ മാവുകള് കാര്യം ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ, പരവതാനി പോലെ. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചൂട് കാരണം, അതീവ ചൂട് കൊണ്ട് വാടി വീണോണ്ടിരിക്കുന്നതാണ്. എന്തു ചെയ്യാനാ. ഇതും കേടാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എടുത്തുകൂടെയെന്ന്. പക്ഷെ ഇതൊക്കെ കേടാ. നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല. കണ്ടോ, കേടെന്നല്ല, വാടി വീഴുക എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവൻ പഴുത്ത് നമുക്ക് തരും. പണിയാൻ വന്നവരെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഈ പരിസരത്തായിരിക്കണേ. വാഴയൊക്കെ പിടിച്ചു. വാഴയെല്ലാം വെയിലുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക, ഉണർവില്ലാതെ. അപ്പം എന്നോട് പറയും, ഈ മാവുകൾ നിൽക്കണത് കൊണ്ടും മരങ്ങൾ നിൽക്കണത് കൊണ്ടും അവർക്ക് കാറ്റ് കിട്ടണത് കൊണ്ട് ഇവിടെ വന്നിരിക്കണതാണ് ചൂടത്ത്. അപ്പൊ ഊണ് കഴിച്ചു ഇവർ ഇവിടെ തോർത്തിട്ട് വിരിച്ചു കിടക്കും. അങ്ങനെയാണ് പരിപാടി. ഇപ്പൊ അങ്ങനെ 2-3 മാസത്തെ പരിപാടിയായിരുന്നു പറമ്പിലല്ലേ. അങ്ങനെ അതിന് ആളൊഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു. അതെ, വിരാമം ഇട്ടു. ഇനി അടുക്കളയിലോട്ട് കയറുക. ഓക്കെ. വീണ്ടും തപ്പൽ ആരംഭിച്ചു കേട്ടോ. നമ്മൾ മാവിൻ ചോട്ടിൽ നിന്ന് നല്ല പഴുത്ത് തുടുത്ത് വീണ് കിടക്കുന്ന മാങ്ങ നേരിട്ട് പെറുക്കിയെടുത്ത് മൂക്കൊക്കെ ചെത്തി കഴുകി ചപ്പി കുടിക്കുന്ന ആ ഒരു ഓർമ്മ എനിക്ക് നല്ലോണം ഉണ്ട്. അതിനുള്ള മാങ്ങ കിട്ടുമോന്നറിയാൻ നോക്കുക. മനോഹരമായി പഴുത്തിരിക്കുന്ന റെഡ് ലേഡി പപ്പായ, നല്ല സുമുഖൻ. 2 ദിവസമായി ഇവിടെ എത്തിയിട്ട. ഇത് വരവ് എൻ്റെ വീട്ടിൽ നിന്ന്. അതായത് എൻ്റെ കൊച്ചപ്പൻ്റെ മകൻ നോബി ഇതിലെ കൊണ്ടുവന്നു. അപ്പ അവൻ ഒരെണ്ണം ഇനിയിപ്പ പതുക്കെ കട്ട് ചെയ്യാൻ പോവാ. ചെമ്പ്രം കൊണ്ട പാകത്തിനാ കൊണ്ടുവന്നത്. ഇത് പഴുപ്പായി. അപ്പൊ ഇന്നലെ എടുക്കാൻ വിചാരിച്ചപ്പോ ഇച്ചിരിയോടെ പഴുപ്പ് കറക്റ്റ് ആയിരുന്നു. അന്നേരം ഇവൾ വന്നപ്പോ ലേറ്റായി. അപ്പൊ പിന്നെ അത് പറ്റിയില്ല. അത് കാരണം ഇന്നത്തേക്ക് വന്നപ്പോ ഇച്ചിരി പഴുപ്പ് ഏറിയിട്ടൊന്നുമില്ല, പഴുപ്പായി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതും പതുക്കെ പുള്ളി ആവണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നന്നായിട്ട് ചമ്രം കൊണ്ടു. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. റെഡ് ലേഡിയുടെ റൗണ്ടും റെഡ് ലേഡിയുടെ ലോങ് ആയിട്ടുള്ളതും അവിടെ ഉണ്ട്. 2 ടൈപ്പും ഉണ്ട്. നമുക്കുണ്ടായത് റെഡ് ലേഡി റൗണ്ടാ. ഇനിയിപ്പൊ നമ്മുടെ നോബി വന്നപ്പോ പറഞ്ഞു, ചാച്ച ഇതൊക്കെ വെട്ടി മാറ്റി വെച്ച് പുതിയ തൈ വെച്ചു കൊടുക്കാം. പുള്ളി ഒരു കാലാകുമ്പോ അതങ്ങ് വെട്ടും, എന്നിട്ട് അടുത്ത ട്രിപ്പ് വെക്കും. അപ്പൊ ഇനിയിപ്പൊ കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെ വെറുതെ ഒന്ന് കാണിക്കാന്ന് കരുതി. പറമ്പിന്ന് കൊണ്ടുവന്നല്ലേ, അവിടെ നിന്ന് കൊണ്ടുവന്നാട്ടോ, അവിടത്തെയാണ്. അപ്പൊ ഇനി കട്ട് ചെയ്യട്ടെ അല്ലേ. പോലെ എടുക്കാമെങ്കിൽ ഈ തുണി പറഞ്ഞ പോലെ എടുക്കാം. അപ്പയുണ്ടല്ലോ. അമ്മ വന്നില്ലേ? ആയനാ ഞാൻ അങ്ങോട്ട് വന്ന കഷ്ടാൻ വായിച്ചു കേട്ടോ. എനിക്ക് ഇവിടെ മാങ്ങാച്ചമ്മന്തി അരയ്ക്കണം. അയന ഒരു ശബ്ദം കിളിയായിരിക്കും. കിളിയൊന്നുമല്ല, വേറെ എന്തോ ഒരു സൗണ്ടാണ് കേട്ടോ. നന്നാക്കറിയാം. അപ്പം മാങ്ങാച്ചമ്മന്തി അവിയലും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ആഴ്ച ഇങ്ങനത്തെ കറികളായിരിക്കും. അപ്പം ഞാനതൊക്കെ ചെയ്യാൻ പോവാണ്. പിന്നെ കുറച്ച് വെയിലത്തുന്നത് എടുത്താണ്, കുറച്ച് വെയിലത്തേക്ക് ഇടാനുണ്ട്. ഇതൊക്കെ ഒന്ന് മാറണം. കാരണം വേർത്ത് പുഴുങ്ങി ഒരു രക്ഷയില്ല അല്ലേ. മഴയൊന്ന് തട്ടുമായിരിക്കും. ഇന്ന് തിങ്കളാഴ്ച വിഷുവിന്റെ ഡേ ആട്ടോ, 14-ാം തീയതി. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പോയിച്ചു പോരാ. മാർജിൻ ഫ്രീ ചേട്ടനുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് എടുക്കാം. നമുക്കല്ല, ചോദിച്ചോ. അല്ല, അവരാ മറ്റേ
പുള്ളിക്കാരി ആണെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ പേര് ഷേർലി, പേര് ഞാൻ പറഞ്ഞു. അപ്പൊക്കെ അറിയാം അവരെ. ജോൺസൺ ഉണ്ടായിരിക്കും അവിടെ എന്തായാലും. ഇന്ന് അവിടെ തുറക്കുവല്ലേ? തുറക്കേണ്ടതാണ്. ഗുഡ് ഫ്രൈഡേ തുറക്കൂല. അപ്പം റെഡി ആവുന്നുണ്ട്. ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അതേ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ വേഗം കാറെടുത്ത് പുറത്തേക്ക് ഇടട്ടെ. ഞാനാ ഓടിച്ചത്. അപ്പം അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും ഇല്ല. അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളേ ഉള്ളൂ കേട്ടോ. ചേച്ചി ഒരു ചേച്ചി മുകളിലിരിപ്പുണ്ട്. പഴം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. പച്ചപ്പഴം. ഇവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോ അപ്പുറയായിരിക്കും. നമ്മുടെ ഈ ഉണക്കലരി എവിടെ ഇരിക്കണേ? അവിടെ ഉണ്ടോ? 1 കിലോ എടുത്തു. പിന്നെ ഉള്ളത് പച്ചപ്പഴ. ഏതാണ്ട് തീർന്നു എന്നൊക്കെ അമ്മ പറയണ്ടായിരുന്നു. ടാറ്റ കോഫി ഗ്രാൻഡ് ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ ഓരോന്നൊക്കെ അങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതാ അരി മേടിച്ചോളാം. ഏത് ബ്രൂവാ നമ്മള് മേടിക്കുന്നത്? വിഷുവിൻ്റെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് അപ്പം നോട്ട്ബുക്കൊക്കെ നോക്കിയാണ് മേടിക്കുന്നത്. അമ്മ എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എടുത്തിടണേന്നുള്ളത് വിട്ടുപോകുന്നേ. ചേച്ചി അരി വെച്ച ഇതിനകത്തില്ലായിരിക്കും അല്ലേ? അവിടെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പച്ചക്കറി ആൻഡ് ഫ്രൂട്ട് സെക്ഷനിലേക്ക് കടന്നു. അമ്മ പച്ചപ്പഴമാണ് എഴുതി കൊടുത്തു വിട്ടിരുന്നത്. അതുണ്ടോയെന്ന് നോക്കുകയാണ്. നമ്മുടെ റോബസ്റ്റയിൽ പഴമില്ല അല്ലേ? ഞങ്ങൾക്കൊരു ചാനലുണ്ട്. അപ്പൊ അതിലിടയ്ക്ക് വീഡിയോ എടുക്കാറുള്ളതാ. ഉണക്കലരി ഉണ്ടായിരിക്കും അല്ലേ ചേച്ചി? ആ വിഷു ഇന്ന് കാര്യമായിട്ടില്ല, കഷ്ടാനുവാഴ്ചയല്ലേ, അത് കാരണം. ഇന്നലെ ഊണ് കഴിച്ചു. ആ ഉണക്കലരി വെച്ചു. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ബില്ലിംഗ് സെഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ കിട്ടി. പക്ഷെ പച്ചപ്പഴം അന്ന് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അന്ന് വിഷു ആയത് കാരണം അന്ന് പുതിയ ലോട്ട് വന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് പോണ വഴിക്ക് എവിടെയെങ്കിലും കിട്ടുമോയെന്നറിയാൻ നോക്കണമായിരുന്നു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ പോണ വഴിക്കൊക്കെ നോക്കി. പക്ഷെ ഒറ്റ ഷോപ്പും അന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയില്ല. പിന്നെ സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മെഴുകുതിരിപ്പൂവും വീട്ടിലിരിപ്പുണ്ടല്ലോ. അപ്പോൾ അതേ എന്തൊക്കെയോ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷുവൊക്കെ അല്ലേ, പായസമൊക്കെ വെച്ചോന്നൊക്കെയാണെന്ന് തോന്നുന്നു ചോദിക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം പാലടയാണ് കേട്ടോ. ശർക്കര പായസത്തേക്കാൾ എനിക്ക് പ്രിയം പാല് കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അതിനൊക്കെ ശേഷം ബില്ലൊക്കെ അടിച്ചു, റെഡിയാക്കി. അന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൂടലും ഉണ്ടായിരുന്നു. അന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു. അന്ന് മഴ പെയ്തു. അത് ഞാൻ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തരാം. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ശരി കേട്ടോ, പോവാ. തുറക്കണോ?
ഉണക്കലരി ഉണ്ടല്ലോ അല്ലേ, ഇല്ലെങ്കിൽ അമ്മ വയലന്റ് ആവും. ആ അത് നല്ല സൗകര്യം. അയ്യോ അത് പറിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉപകാരം? ചിലപ്പോ പറഞ്ഞു പോയതായിരിക്കും. പറിച്ചു കളഞ്ഞിട്ട് അതിന് ഉപകാരമില്ലല്ലോ. ഇത്ര മതിയില്ലേ ഉണക്കലരി? അത് പെസഹാപ്പം. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ അന്നത്തെ ദിവസം ഹോളിഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടിയത്. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ജോൺസൺ ചേട്ടൻ്റെ അവിടെ തുറന്നിട്ടുണ്ട്. പഴം കിട്ടിയില്ല കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, അപ്പയ്ക്കുള്ള പഴം ഇവിടെ ഉണ്ട്. ഉണക്കലരി 1 കിലോ. 1 കിലോ അവിടെ തരുവോളൂ. പാലൊന്നും ഉണ്ടോ കോട്ടം? പിന്നെ എനിക്കെല്ലാം കൂടെ പിടിക്കും. അപ്പൊ പാല് തൂക്കണ സ്ഥലം അത് നല്ലൊരു പോയിന്റ്. നല്ല പോയിന്റ്. ഇതിലേക്കൊക്കെ ആവാതെ എടുക്കണ്ടേ. സോപ്പ് പൗഡർ, വീല്. ഇതിപ്പോ കൊറേ സാധനങ്ങളുണ്ടല്ലോ. അത് കുറവാണല്ലോ. ഇത് കുറവാ. ഈ സാധനം വെജിറ്റബിൾ ഒന്നും മേടിക്കണ്ടാത്തോണ്ട് കുറവാണ്. പാലെടുത്തോളൂല്ലേ? പോരെ, എന്നിട്ട് അടച്ചു പോരേട്ടോ. ഇതെന്തിനാ എടുത്തതെന്ന് വെച്ചാൽ ഇതെനിക്ക് ആവശ്യമില്ലായിരുന്നു. മഴക്കാലത്ത് വെട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഒരു ആവശ്യം ഉണ്ടായി. കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ നിന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കാറ്റ് വന്നപ്പോൾ കീരിച്ചെടി അതിനടുത്താണ് നിൽക്കണത്. കീരിച്ചെടിയുടെ മേളിലേക്ക് ഈ ആദ്യം നിൽക്കണ മൈലാഞ്ചി കൊമ്പ് കംപ്ലീറ്റ് ചാഞ്ഞ്. അപ്പൊ ആ ഭാഗം വെച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. മറ്റേത് അനക്കണില്ല കേട്ടോ. കൂടുതൽ പൊങ്ങി ഇലച്ചാർത്താകുമ്പോൾ ഇത് കാറ്റ് പിടിക്കും. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ടാണ് വാക്കത്തിൽ പോകുമ്പോൾ കേട്ടോ. ഇതില് ചവിട്ട നിന്റെ കാലിൽ ഷൂ അല്ലേ? എനിക്ക് ഷൂ. കീരിച്ചെടിയുടെ പെട്ട വീണ് കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കൂല. എത്ര വലിയ കേമപ്പെട്ട ചെടിയാണേലും ശരി വെട്ടും. അതെ. ആ അത് പിന്നെ ആരാ തന്നത്? മോചം വരുവോ? നമുക്കൊരു ശംഖുപുഷ്പം നടണം കേട്ടോ. ശതാവരി. ശതാവരി ആണോ അത്? മരിങ്ങ് കുറവാ. മേത്തേക്ക് വീഴരുത് വാഴക്കത്തി. ഒരു ശംഖുപുഷ്പം നടണം. അതാണ് ഒരു പ്രശ്നം. കിട്ടാൻ എവിടെ കിട്ടുമെന്ന് മാത്രം അറിയില്ല. ശംഖുപുഷ്പത്തിന്റെ വിത്താ നടണേന്ന് പറഞ്ഞ്. അത് മെഡിസിനലാണല്ലോ. വേണ്ട വേണ്ട. നിങ്ങൾ ഈ വേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ പോലെ ഞാൻ ലാഡർ വെച്ചാണല്ലോ വെട്ടിയത്. ഇങ്ങനെ കിടക്കണോണ്ടേ ശരിയാവൂല. ലെവല് കിട്ടില്ല. അത് ഇതേ അവിടെ വെച്ച് വെട്ടേണ്ടി വരും. വെട്ടാം. മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല, പോവില്ല. അവിടെ ഉണ്ടായിരുന്നത് പോയി. ഒരുപാട് ഇതുപോലെ ആയതായിരുന്നു. ഇതിന്റെ പൂവ് കാണാൻ നല്ല രസാ. കണ്ടോ? പണ്ട് ഇതൊക്കെ ആയിരുന്നു മൈലാഞ്ചി ഇടാനുള്ള ഓപ്ഷൻ. അതെ അല്ലേ? ഇപ്പൊ മെഹന്തി ഒക്കെ ആയി. പക്ഷെ ഇപ്പോഴും ഇതിനും ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. പഴമേടെ. അതെ. ഏപ്രിൽ വിരിയുന്ന ഏപ്രിൽ ലില്ലി പൂക്കൾ. ഇവനെ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു പ്രദേശം മൊത്തം പറിച്ചു നടണം. നല്ല രസമായിരിക്കും. അപ്പോൾ നല്ല ഒരു ഫ്ലവർ തോട്ടം ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക്. പക്ഷെ ഏപ്രിൽ മാത്രമേ ഇത് വിരിയോളൂ. അതാ ഒരു കുഴപ്പം.